നമസ്കാരം. ഇറാൻ യുദ്ധം, ട്രംപിന്റെ വിധി മെയ് 1. ട്രംപിനെ യുദ്ധത്തടവുകാരനാക്കും. ഇറാൻ യുദ്ധം അനിശ്ചിതമായിട്ട് തുടരുന്നതിനിടെ പ്രസിഡന്റ് ട്രംപിന് തലവേദനയായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യുദ്ധനയം. മെയ് 1 യുദ്ധം നിർത്തിയില്ല എങ്കിൽ ട്രംപിന് കുരുക്കുമുറുകും. 1970കളിലെ യുദ്ധനിയമം ട്രംപിന് തലവേദനയാകുന്നു. ട്രംപിന്റെ വിധി മെയ് 1 ഉണ്ടാകുമെന്നുള്ളതാണ്. ട്രംപിനെ യുദ്ധത്തടവുകാരനാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നു. US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ യുദ്ധം ചെയ്യുവാനുള്ള 60 ദിവസത്തെ സമയപരിധിയാണ് ട്രംപിന് കുരുക്കായി മാറുന്നത്. ഈ നിയമം പറഞ്ഞാണ് കോൺഗ്രസ് അനുമതി തേടാതെ ട്രംപ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതുപോലും. എന്നാൽ ഈ നിയമത്തിൽ പറയുന്ന സമയപരിധി വ്യവസ്ഥ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. എങ്കിലും ഈ യുദ്ധ നിയമം മറികടക്കാൻ പ്രസിഡന്റിന് കഴിയുമെന്ന് സൂചനകളുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം ചെയ്യുവാനുള്ള പ്രസിഡന്റ് അധികാരം പരിമിതപ്പെടുന്ന 1973 വാർ പവേഴ്സ് റെസൊല്യൂഷനിലെ വ്യവസ്ഥകളാണ് ട്രംപിന് തിരിച്ചടിയായത്. ഈ നിയമത്തിലെ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ സംഘർഷത്തെ ചോദ്യം ചെയ്യുവാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമങ്ങൾ ട്രംപും റിപ്പബ്ലിക്കന്മാരും പരാജയപ്പെടുത്തിയത്. 5 തവണ ഡെമോക്രാറ്റുകൾ അത്തരമൊരു ശ്രമം നടത്തിയെങ്കിലും സെനറ്റിലെ റിപ്പബ്ലിക്കന്മാർ അത് തുടരുകയായിരുന്നു. കോൺഗ്രസ് അനുമതിയില്ലാതെ യുദ്ധം ആരംഭിച്ച ട്രംപിനെ സഭാംഗങ്ങളുമായി സൈനിക നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുവാനും യുദ്ധ നടപടികൾ നിർത്തിവെക്കാനുമായിരുന്നു ഡെമോക്രാറ്റുകളുടെ തുടർ ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നിയമത്തിൽ അതൊരു വ്യവസ്ഥ, അല്ലെങ്കിൽ അതൊരു മറ്റൊരു വ്യവസ്ഥയാണ് ഇപ്പോൾ ട്രംപിന് തലവേദനയാകുന്നത്. 60 ദിവസത്തെ സമയപരിധി വ്യവസ്ഥയാണ് അത് നിയമിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നിയമം അനുസരിച്ചിട്ട് 60 ദിവസ സമയപരിധി കഴിഞ്ഞാൽ കോൺഗ്രസ് അനുമതിയില്ലാതെ സൈനിക നീക്കം തുടരാൻ കഴിയില്ല എന്നുള്ള. അങ്ങനെ വന്നാൽ ട്രംപിന് മുന്നിൽ പ്രധാനമായിട്ടും 3 വഴികളുണ്ടാകും. ഒന്നാമതായിട്ട് സൈനിക നടപടി തുടരുവാൻ കോൺഗ്രസിന്റെ അനുമതി തേടണം. രണ്ടാമതായിട്ട് യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് സ്വയം കാലാവധി നീട്ടി നൽകുക. അപ്പോൾ അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. സൈന്യത്തെ സുരക്ഷിതമായി പിൻവലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്ന് പ്രസിഡന്റ് രേഖാമൂലം സാക്ഷ്യപ്പെടുത്തിയാൽ 30 ദിവസം കൂടി നീട്ടി നൽകുവാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഒരു വലിയ യുദ്ധം തുടരുവാനുള്ള അധികാരം ഇത് നൽകുന്നില്ല എന്ന് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം 28 അമേരിക്ക ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. പശ്ചിമേഷ്യയിലെ US സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, സുപ്രധാന ദേശീയ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് താൻ യുദ്ധം ചെയ്തത് എന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ഉൾപ്പെടെ സഖ്യകക്ഷികളുടെ ആത്മരക്ഷാർത്ഥമാണ് ഈ നടപടി എന്നൊക്കെ ട്രംപ് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ പല ഡെമോക്രാറ്റുകളും ഈ ന്യായീകരണത്തെ എതിർത്തു. ട്രംപ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള അവരുടെ വാദം നിലനിൽക്കുകയും ചെയ്തു. സൈനിക ശക്തി ഉപയോഗിക്കുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ഇല്ലാത്ത പക്ഷം സേനയെ പിൻവലിക്കാൻ പ്രസിഡന്റിന് 60 ദിവസത്തെ സമയം അനുവദിക്കുന്ന യുദ്ധാധികാര നിയമത്തിന്റെ പരിധിയിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് വൈറ്റ് ഹൗസ് അടക്കം പറയുകയും ചെയ്തു. യുദ്ധം ഫെബ്രുവരി അവസാനത്തിൽ ആരംഭിച്ചുവെങ്കിലും മാർച്ച് 2 ട്രംപ് ഈ നീക്കത്തെക്കുറിച്ച് കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 60 ദിവസം കഴിയുന്നത് മെയ് 1. മെയ് 1 യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ ട്രംപിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. 2002 ഇറാഖിനെതിരെ സൈനിക ശക്തി ഉപയോഗിക്കാൻ അനുമതി നൽകിയതിനു ശേഷം മറ്റൊരു സൈനിക നടപടിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ 60 ദിവസ പരിധിക്കപ്പുറമുള്ള സൈനിക നടപടികളെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന പലരും രംഗത്തെത്തി. സംഘർഷം മെയ് മാസത്തിലേക്ക് നീണ്ടാൽ പ്രസിഡന്റിന് പിന്തുണ കുറയുമെന്ന് വിദേശകാര്യ സമിതി അധ്യക്ഷനായുള്ള ബ്രയാൻ മാസ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കന്മാരും മുന്നറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രതിനിധി സഭയിൽ നടന്ന ഒരു ചർച്ചയിൽ 60 ദിവസത്തിന് ശേഷം കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് ബ്രയാൻ മാസ് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു സമയപരിധി ട്രംപ് അവഗണിക്കുവാനാണ് സാധ്യതയെന്ന് നിരീക്ഷകരടക്കം പറയുകയാണ്. US ഭരണഘടന കമാൻഡർ ഇൻ ചീഫിന് വിപുലമായിട്ടുള്ള അധികാരം നൽകുന്നുണ്ട് എന്നും അതിനാൽ യുദ്ധാധികാര നിയമം ഉപയോഗിച്ച് പ്രസിഡന്റിന് മേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നേരത്തെ ഇരു പാർട്ടികളിലെയും പ്രസിഡന്റുമാർ വാദിച്ചിട്ടുണ്ട്. 2011 പ്രസിഡന്റ് ബറാക് ഒബാമ ലിബിയയിലെ സൈനിക ഇടപെടൽ 60 ദിവസത്തെ പരിധിക്കപ്പുറം തുടർന്നിരുന്നു. തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങളോ നേരിട്ടുള്ള വെടിവെപ്പുകളോ നടത്തുന്നില്ല, കരസേനയെ വിന്യസിച്ചിട്ടില്ല എന്നിവയായിരുന്നു ഒബാമ അന്ന് ചൂണ്ടിക്കാട്ടിയ ന്യായവാദങ്ങൾ എന്ന് പറഞ്ഞത്. അന്ന് ഇതിനെതിരെ ഇരു പാർട്ടികളിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇറാന്റെ കാര്യത്തിൽ ട്രംപും സമാനമായിട്ടുള്ള വാദം ഉന്നയിച്ചേക്കാമെന്നും ചില നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഇവിടെ 2019 പ്രസിഡന്റായിരുന്ന ആദ്യ തവണ യമൻ യുദ്ധത്തിൽ സൗദിയെ പിന്തുണച്ച് അമേരിക്ക നടത്തിയ സൈനിക ഇടപെടൽ അവസാനിപ്പിക്കാൻ ഇരു സഭകളും പാസാക്കിയ പ്രമേയം ട്രംപ് വീറ്റോ ചെയ്തു. അന്നും ഈ നിയമത്തെ
ട്രംപ് എതിർത്തിരുന്നു. അപ്പോൾ ആ നടപടി തന്റെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായിട്ടുള്ള ശ്രമമാണ് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ സമയപരിധി അവഗണിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഇടപെടലോ അല്ലെങ്കിൽ മേൽനോട്ടമോ ഇല്ലാതെ യുദ്ധം നടത്താൻ ട്രംപിന് ഇതുവരെ വലിയ സ്വാതന്ത്ര്യമാണ് പാർട്ടി നൽകിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. പക്ഷെ അത് ഇനിയും തുടരുവാൻ സാധ്യതയില്ല എന്നുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് പുറത്തു വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇറാന്റെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കൊടുമ്പിരിക്കൊള്ളുന്ന കടൽ യുദ്ധമായി വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല ട്രംപിന്റെ വിധി വരാൻ പോകുന്നത് മെയ് 1 എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിനെ യുദ്ധത്തടവുകാരനാക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി പറയാം.